നമസ്കാരം. സമീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ വിൻഡോസ് ഓഫ് നോളജിന്റെ 4 പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഇത് 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പം ചാപ്റ്റർ 2 വിൻഡോസ് ഓഫ് നോളജിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ റെറ്റിനയും ഫോട്ടോ റിസെപ്റ്റർ. എന്താ റെറ്റിന നമ്മൾ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് റെറ്റിന? റെറ്റിന ഈസ് ദ ഇന്നർ ലെയർ ഓഫ് ഐ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് ഫോട്ടോ റിസെപ്റ്റർ. ഇഷ്ടംപോലെ ഫോട്ടോ റിസെപ്റ്റർ ഉള്ള ഐയുടെ ഇന്നർ ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനയ്ക്കകത്താണ് ഫോട്ടോ റിസെപ്റ്റർ ഉള്ളത്. ഇനി റെറ്റിനയിനകത്തുള്ളത് 2 ടൈപ്പ് ഓഫ് ഫോട്ടോ റിസെപ്റ്റർ ആണ്. ഫസ്റ്റ് വൺ ഈസ് റോഡ് സെൽ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് കോൺ സെൽ. എന്താണ് റോഡ് സെല്ല്, എന്താണ് കോൺ സെൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഈ റോഡ് സെല്ലും കോൺ സെല്ലാണ് ഫോട്ടോ റിസെപ്റ്റർ വിച്ച് ആർ പ്രസന്റ് ഇൻ ദ റെറ്റിന. റെറ്റിനയ്ക്കകത്തുള്ള ഫോട്ടോ റിസെപ്റ്റർ ആണ് റോഡ് സെല്ലും കോൺ സെല്ലും. അപ്പോൾ റോഡ് സെൽ എന്താണെന്ന് വെച്ചാൽ റോഡ് സെൽ കണ്ടെയ്ൻ എ വിഷ്വൽ പിഗ്മെന്റ് കോൾഡ് റോഡോപ്സിൻ. അപ്പം നമ്മൾ പറഞ്ഞു ഐറിസിനകത്ത് ഒരു ഡാർക്ക് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ്. സോ റോഡ് സെല്ലിലൂടെ നമുക്ക് കാണാനായിട്ട് ഫോട്ടോ റിസെപ്റ്റർ ആണ്, കോൺ സെല്ലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റോഡ് സെല്ലില് വിഷ്വൽ പിഗ്മെന്റ്, നമ്മൾക്ക് വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡ് സെല്ലിന്റെ വിഷ്വൽ പിഗ്മെന്റിന്റെ പേര്, വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റിന്റെ പേരാണ് rhodopsin. So rhodopsin is the visual pigment that is present in the rod cell, which are the photoreceptor which are present in the retina. റെറ്റിനയ്ക്കകത്തുള്ള ഫോട്ടോറിസെപ്റ്റർ ആയ റോഡ് സെല്ലിലെ ഒരു വിഷ്വൽ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. ഇനി ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഒപ്സിനും റെറ്റിനൽ എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ കൊണ്ടാണ്. ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് made up of 2 types of things, opsin ആൻഡ് റെറ്റിനൽ. എന്താണ് ഈ ഒപ്സിൻ? ഒപ്സിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ തന്നെ വേറൊരു ഫോമാണ്. നമ്മൾ 9th പ്രോട്ടീൻ്റെ വേറൊരു ഫോമായ അമിനോ ആസിഡ് ഒക്കെ പറഞ്ഞ പോലെ ഒപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ വേറൊരു ഫോമാണ്. റെറ്റിനൽ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഡെറിവേറ്റീവ് ആയിട്ടുള്ളൊരു ഫോമാണ് ഈ റോഡോപ്സിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 സാധനവും ചേരുന്നതാണ് rhodopsin, which is a visual pigment which is present in the rod cell of photoreceptor of the retina. So റെറ്റിനയിലെ ഫോട്ടോറിസെപ്റ്റർ ആയ റോഡ് സെല്ലിലെ റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെന്റ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനും റെറ്റിനൽ എന്ന് പറഞ്ഞ വിറ്റാമിൻ്റെ ഡെറിവേറ്റീവ് ആയ 2 സംഭവങ്ങൾ കൊണ്ടാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്കിടുത്ത കോൺ സെല്ലിലേക്ക് പോവാം. ഇനി കോൺ സെല്ലിലെ വിഷ്വൽ പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. ഈ ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണ് ഐഡോപ്സിൻ. The other name of photopsin is ഐഡോപ്സിൻ. ഇനി ഇതുണ്ടായിരിക്കുന്നതും എന്തിൽ തന്നെയാണ്? ഒപ്സിനും റെറ്റിനലും ഉപയോഗിച്ച് തന്നെയാണ്. സെയിം തിങ്. ഒപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്, പ്രോട്ടീൻ എന്നല്ല പ്രോട്ടീന്റെ വേറൊരു ഫോമാണ്. വിറ്റാമിനയുടെ ഡെറിവേറ്റീവ് ആണ് റെറ്റിനൽ. സോ റെറ്റിനയിൽ 2 ടൈപ്സ് ഓഫ് ഫോട്ടോറിസെപ്റ്റർ ഉണ്ട്, റോഡ് സെൽ ആൻഡ് കോൺ സെൽ. റോഡ് സെല്ലിനകത്തുള്ള വിഷ്വൽ പിഗ്മെന്റ് റോഡോപ്സിൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഒപ്സിൻ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് പ്രോട്ടീൻ, ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റെറ്റിനൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. And the visual pigment that present in the cone cell are photopsin. It is also known as ഐഡോപ്സിൻ, and photopsin or ഐഡോപ്സിൻ is formed from opsin and retinal. ഇനി ഈ റോഡ് സെല്ല് ഡിം ലൈറ്റിൽ, അതായത് നമുക്ക് അധികം വെട്ടമൊന്നുമില്ല, അതായത് ഇപ്പം ഇരുട്ട് സമയത്ത് അങ്ങനത്തെ ഡിം ലൈറ്റിലാണ് ഈ റോഡ് സെല്ലിന്റെ വർക്കിംഗ് കൂടുതലായിട്ട് നടക്കുന്നത്. അതായത് റോഡ് സെല്ല് റോഡോപ്സിനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡിം ലൈറ്റിലാണ്. അപ്പൊ ഈ ഡിം ലൈറ്റിൽ റോഡ് സെല്ല് റോഡോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിം ലൈറ്റിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് കറക്റ്റ് ഇരുട്ടല്ല, എന്നാലും ഇത്തിരി മങ്ങിയ ലൈറ്റ് ഉള്ളപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും അല്ലേ? അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്? നമ്മുടെ കണ്ണിനകത്തുള്ള ഇന്നർ ലെയർ ആയ റെറ്റിനയിലെ ഫോട്ടോറിസെപ്റ്റർ ആയ റോഡ് സെല്ല് റോഡോപ്സിനെ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡിം ലൈറ്റിലാണ്, അധികം ലൈറ്റ് ഇല്ലാത്ത സമയത്താണ്. സോ അധികം ലൈറ്റ് ഇല്ലാത്ത സമയത്ത് റോഡോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് അധികം ഡിം ലൈറ്റിലെ ഒബ്ജക്ട്സിനെയൊക്കെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് കോൺ സെൽ എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോൺ സെല്ല് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ബ്രൈറ്റ് ലൈറ്റിലാണ്. അതായത് ഇതിന് കളർ വിഷൻ ആണ്, അതായത്
റോഡോപ്സിന് ഡിം ലൈറ്റിലും ഇത് പല പല കളേഴ്സിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ക്യാൻ ഐഡന്റിഫൈ 3 പ്രൈമറി കളേഴ്സ്. ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ കളേഴ്സിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പൊ റെഡ് കണ്ടാൽ നമുക്കറിയാം റെഡ് ആണ്, ഗ്രീൻ കണ്ടാൽ ഗ്രീൻ ആണെന്ന് അറിയാം, ബ്ലൂ കണ്ടാൽ ബ്ലൂ ആണെന്ന് അറിയാം. അപ്പൊ ഇത് കാരണം എന്താണ്? നമ്മുടെ കണ്ണിനകത്തുള്ള കോൺസെല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോപ്സിന്റെ ഐഡോപ്സിന്റെ വർക്കിംഗ് കാരണമാണ്. അപ്പം ഈ റോഡ് സെല്ല് ഡിം ലൈറ്റിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, കോൺ സെല്ല് ബ്രൈറ്റ് ലൈറ്റിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിം ലൈറ്റിൽ ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ റോഡ് സെല്ലിന്റെ ഹെൽപ്പ് വേണം, ബ്രൈറ്റ് ലൈറ്റിൽ ഒബ്ജക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ കോൺ സെല്ലിന്റെ ഹെൽപ്പ് വേണം. ഈ റോഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഷ്വൽ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ, വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് പ്രോട്ടീൻ ആൻഡ് വിറ്റാമിൻ എ. And the cone cell is also a photoreceptor of retina, and this cone cell produced two type photoopsin. The other name of photoopsin is iodopsin, and this is formed from opsin and retinal. And the rod cell are activated even in dim light. We can clearly visualize the objects in the dim light. Dim light il namakku objects ne clear aayittu kaananayittu sadhikkum. എന്തുകൊണ്ടാണ്? റോഡ് സെല്ല് ഡിം ലൈറ്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട്. കോൺ സെൽ എന്ന് പറഞ്ഞാൽ കളർ വിഷനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഡിഫറെന്റ് കളേഴ്സിന് നമുക്ക് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് RGB എന്ന് പഠിച്ചാൽ മതി. റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പം റെഡ്, ഗ്രീൻ, ബ്ലൂ ആയ പ്രൈമറി കളേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺ സെല്ല് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് അവിടെ റോഡ് സെല്ലും കോൺ സെല്ലും കൊണ്ടായിട്ട് പറയുന്നത്. ഇനി അടുത്ത കെമിസ്ട്രി ഓഫ് വിഷൻ. കെമിസ്ട്രി ഓഫ് വിഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വിഷൻ ഉണ്ടാകുന്നത് രണ്ട് പിഗ്മെന്റിന്റെ ഫലമായിട്ടാണ്. അതായത് റോഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോഡോപ്സിന്റെയും കോൺ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോപ്സിന്റെയും ഒരു ഫലമായിട്ടാണ് നമുക്ക് വിഷ്വലൈസേഷൻ പോസിബിൾ ആകുന്നത്. സോ വിഷന്റെ കെമിസ്ട്രി ആയിട്ട് പറയുവാണെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് എഴുതുന്നുള്ളൂ. ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണ് ലൈഡോപ്സിൻ. ഫോട്ടോപ്സിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. ഇവര് രണ്ട് പേരിലോട്ടും ലൈറ്റ് ഫോൾ ചെയ്യുക. അതായത് നമ്മുടെ കണ്ണിനകത്തല്ല ഈ രണ്ട് പിഗ്മെന്റും ഉള്ളത്. ഫോട്ടോപ്സിനും കണ്ണിനകത്തുണ്ട്, റോഡോപ്സിനും കണ്ണിനകത്തുണ്ട്. അപ്പം ഈ രണ്ട് പിഗ്മെന്റ് ഉള്ള നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോപ്സിൻ എന്തായിട്ട് മാറും? റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറും. റോഡോപ്സിനും റെറ്റിനലും ഓപ്സിനായിട്ട് മാറും. ഇനി ഈ റെറ്റിനലും ഓപ്സിനിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഫോട്ടോപ്സിനായിട്ട് മാറും. അങ്ങോട്ടും ലൈറ്റ് ഫോൾ ചെയ്യുമ്പം ഐ വിൽ എക്സ്പ്ലെയിൻ. അതായത് നമുക്കറിയാം ഈ ഫോട്ടോപ്സിനും റോഡോപ്സിനും ഇത് രണ്ട് വിഷ്വൽ പിഗ്മെന്റ് ആണ്. ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത് ഈ റെറ്റിനലും ഓപ്സിൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്നുമാണ്. ഇനി അപ്പൊ റെറ്റിനലും ഓപ്സിനും നമ്മുടെ കണ്ണിലുണ്ട്, റോഡ് സെല്ലും കോൺ സെല്ലും, അതായത് റോഡോപ്സിനും ഫോട്ടോപ്സിനും നമ്മുടെ കണ്ണിലുണ്ട്. അതാണ് നമുക്ക് ആദ്യം വേണ്ട ഐഡിയ. റെറ്റിനലും ഓപ്സിനും എന്നും പറഞ്ഞ ഇത് രണ്ടും നമ്മുടെ കണ്ണിലുണ്ട്. ഈ ഫോട്ടോപ്സിനും റോഡോപ്സിനും എന്ന് പറഞ്ഞ രണ്ട് വിഷ്വൽ പിഗ്മെന്റും നമ്മുടെ കണ്ണിലുണ്ട്. അപ്പോൾ ഈ റെറ്റിനലും ഓപ്സിനിലേക്ക് നമ്മുടെ ഇത് ലൈറ്റ് വീഴുവാണെന്ന് ഓർക്കുക. ഇതെല്ലാം റെറ്റിനയ്ക്കകത്തുള്ളതല്ലേ? നമ്മൾ പറഞ്ഞില്ലേ കോർണിയ റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുമെന്ന്. Cornea, the projected transparent anterior part of the sclera, which reflect light rays to focus on the retina. റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? കോർണിയാണ്. റെറ്റിനയിലേക്ക് വീഴുമ്പോൾ റെറ്റിനയിലുള്ള കാര്യങ്ങളാണ് ഫോട്ടോപ്സിനും റോഡോപ്സിനും റെറ്റിനലും ഓപ്സിനും ഒക്കെ. അപ്പം കോർണിയ ഫോക്കസ് ചെയ്ത് വിടുന്ന ലൈറ്റ് റെറ്റിനയുടെ ഇതിലേക്ക് വന്ന് കയറും. റെറ്റിനയുടെ ഇതിലേക്ക് വന്ന് കയറുമ്പോൾ അത് റെറ്റിനലും ഓപ്സിനിലേക്ക് വരും. റെറ്റിനലും ഓപ്സിനിലേക്ക് ആ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യാണെന്ന് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ കണ്ണിനകത്ത് റെറ്റിനലും ഓപ്സിനും ഉണ്ട്, ഫോട്ടോപ്സിനും റോഡോപ്സിനും ഉണ്ട്. ഈ രണ്ട് പിഗ്മെന്റും ഈ രണ്ട് സംഭവം ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് ഈ റെറ്റിനലും ഓപ്സിനും എന്തായിട്ട് മാറും? ഫോട്ടോപ്സിനായിട്ട് മാറും. ഇനി അപ്പൊ ഫോട്ടോപ്സിനോട് ഉണ്ടായല്ലോ. ഇനി ഈ ഫോട്ടോപ്സിനോട് വീണ്ടും ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ച് അങ്ങോട്ടായിട്ട് മാറും. ഒന്നുമില്ല, ഈ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ റെറ്റിനലും ഓപ്സിനും ഫോട്ടോപ്സിനും റോഡോപ്സിനായിട്ട് മാറും. വീണ്ടും ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ റോഡോപ്സിനും ഫോട്ടോപ്സിനും റെറ്റിനലും ഓപ്സിനായിട്ട് മാറും. ഇങ്ങനെ അവർ മാറി 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 കളിക്കും. അപ്പൊ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലേ? അപ്പം ഇവിടെ ഉണ്ടാവുന്ന റെറ്റിനൽ ഓപ്സിനായിട്ട് മാറും, പിന്നെ ഇത് ചേഞ്ച് ആയിട്ട് ഇതാവും.
അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അല്ലെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഈ ഫോട്ടോപ്സിനും റോഡോപ്സിനിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അത് റെറ്റിനൽ ഓപ്സിനുമായിട്ട് മാറും. റെറ്റിനൽ ഓപ്സിനിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഈ ഫോട്ടോപ്സിനും റോഡോപ്സിനുമായിട്ട് മാറും. ഇതെല്ലാം നമ്മുടെ കണ്ണിലാലെ റെറ്റിനയിലുള്ള ഒരു പോർഷൻസ് ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾ ചെയ്യുന്ന സഡൻ കെമിക്കൽ ചേഞ്ച്, ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലേ, ആ കെമിക്കൽ ചേഞ്ച് എന്തിനെ ക്രിയേറ്റ് ചെയ്യും? ഇമ്പൾസിനെ ക്രിയേറ്റ് ചെയ്യും അല്ല, ഇമ്പൾസിനെ അല്ല, റെറ്റിനയിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം എന്താണ് ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഫോട്ടോപ്സിനും റോഡോപ്സിനും ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ റെറ്റിനൽ ഓപ്സിനുമായിട്ട് മാറും. റോഡോപ്സിൻ റെറ്റിനൽ ഓപ്സിനിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ റോഡോപ്സിനും ഫോട്ടോപ്സിനായിട്ട് മാറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആ ഒരു കെമിക്കൽ ചേഞ്ച്, ഈ കെമിക്കൽ ചേഞ്ച് നമ്മുടെ റെറ്റിനൽ ഫോട്ടോ റിസപ്റ്റർ ഇല്ലേ, ആ ഫോട്ടോ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് നമ്മൾ കഴിഞ്ഞ പഠിച്ച ചാപ്റ്ററിൽ റിസപ്റ്റർ അല്ലേ, റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഫോർമേഷൻ ഓഫ് ഇമ്പൾസ്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്താൽ ഇനിയുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നെർവ് വഴി ബ്രെയിനിലെ സെറിബ്രത്തിലേക്ക് എത്തും. ഇവിടെ കണ്ണിലുള്ള നെർവ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു? ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവ് വഴി അത് എങ്ങോട്ടെത്തും? സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ആൻഡ് പിന്നെ ബ്രെയിൻ റിഫ്ലക്സ് ആക്ഷൻ നടത്തിയിട്ട് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്? ദിസ് ഈസ് ദ കെമിസ്ട്രി ഓഫ് വിഷൻ. ഇതാണ് നമ്മൾ കാണുന്നതിനിടയ്ക്ക് നടക്കുന്ന രസതന്ത്രം എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് ദാറ്റ്. അപ്പം ഫോട്ടോപ്സിനും റോഡോപ്സിനും എന്ന് പറയുന്നത് റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സിലെ രണ്ട് വിഷ്വൽ പിഗ്മെന്റ്സ് ആണ്. ഇതിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഇത് റെറ്റിനൽ ഓപ്സിനുമായിട്ട് മാറും. ഇതിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഫോട്ടോപ്സിനും റോഡോപ്സിനായിട്ട് മാറും. ഇങ്ങനെ അവിടെ ഇതങ്ങോട്ടായി ഇങ്ങനെ സഡനായിട്ട് നടക്കുന്ന ആ കെമിക്കൽ ചേഞ്ച് കാരണം ഇവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ കാരണം റെറ്റിനയ്ക്കകത്തുള്ള ഫോട്ടോ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ചേഞ്ച് ഇങ്ങനെ ചുമ്മാ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടുത്തെ റിസപ്റ്റർ സ്റ്റിമുലേറ്റഡ് ആകും. ഇങ്ങനെ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് നെർവ് വഴി, ഇവിടെ ഉള്ളത് ഒപ്റ്റിക് നെർവ് ആണ്, സോ ഒപ്റ്റിക് നെർവ് വഴി അത് സെറിബ്രത്തിലേക്ക് ചെല്ലും. അപ്പോൾ സെറിബ്രം എന്ത് ചെയ്യും? റിഫ്ലക്സ് ആക്ഷൻ കഴിഞ്ഞ ചാപ്റ്ററാണ്. റിഫ്ലക്സ് ആക്ഷൻ വഴിയിട്ട് നമുക്ക് സെൻസ് ഓഫ് ആയിട്ട് നമുക്ക് വിഷൻ പോസിബിൾ ആക്കി തരും, വിഷ്വലൈസേഷൻ പോസിബിൾ ആക്കി തരും. അപ്പോൾ ഇതാണ് കെമിസ്ട്രി ഓഫ് വിഷൻ. ക്ലിയർ ആയല്ലോ? So, in the presence of light, the visual pigment which is present in the photoreceptor of retina like photopsin and rhodopsin will dissociate into retinal and opsin. And in the presence of light, the retinal and opsin will dissociate into photopsin and rhodopsin. This sudden chemical change stimulates the photoreceptor which are present in the retina, and this receptor generates impulses and it is transmitted to the optic nerve through the optic nerve to the cerebrum, and sense visualization is possible. ഇതാണ് കെമിസ്ട്രി ഓഫ് വിഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? സോ അപ്പം ഇതാണ് കെമിസ്ട്രി ഓഫ് വിഷൻ. ഇനി അപ്പം നമ്മൾ എങ്ങനെയാണ് നമുക്ക് അത് നമ്മൾ കണ്ണിൻ്റെ പാർട്സിനെ പറ്റി പറഞ്ഞു, പിന്നെ നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഇമേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇപ്പൊ കാഴ്ച മൊത്തം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇത്രയും പഠിച്ച കാര്യത്തിന് നമ്മളൊന്ന് ഷോർട്ട് ആക്കുക. ഷോർട്ടാക്കി നമുക്ക് എന്ത് പറയാം? ആദ്യം നമ്മുടെ ലൈറ്റ് എങ്ങോട്ട് ഫോളോ ചെയ്യും? കോർണിയയിലേക്ക് ഫോളോ ചെയ്യും അല്ലേ? പ്രൊജക്ടറായിട്ട് നിൽക്കുന്ന പോർഷനിലേക്ക് ഫോളോ ചെയ്യും. ഈ കോർണിയയിൽ നിന്നും അത് എങ്ങോട്ട് പോകും? അക്വസ് ഹ്യൂമർ. പിന്നെ അത് പ്യൂപ്പിളിലേക്ക് പോകും. then it is transmitted to the ലെൻസ്. ഇനി ലെൻസിനും റെറ്റിന ആണ് അടുത്തത്. പക്ഷെ ലെൻസിനും റെറ്റിനക്കിടയിൽ ആരുണ്ട്? വിട്രസ് ഹ്യൂമർ. വിട്രസ് ഹ്യൂമർ കഴിഞ്ഞാൽ ആരാ ഉള്ളത്? റെറ്റിന. റെറ്റിനയിൽ അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് കാരണം എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ്. ഈ ഇമ്പൾസ് എങ്ങനെ പോകും? ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് സെറിബ്രത്തിലേക്ക് വീണ്ടും. പിന്നെ നമുക്ക് സെൻസ് ഓഫ് സൈറ്റ്, അതായത് വിഷ്വലൈസേഷൻ പോസിബിൾ ആവും. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം ലൈറ്റ് നമ്മുടെ കോർണിയയിലേക്ക് ചെല്ലും,
കോർണിയയുടെയും ലെൻസിന്റെ ഇടക്ക്, അതായത് പ്യൂപ്പിൾ ലെൻസിന് മുമ്പുള്ള പാട്ടാണ്, ലെൻസിന്റെ ഇടക്ക് അക്വസ് ഹ്യൂമർ ഉണ്ട്, വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ്. ഇനി ലെൻസിന്റെ മുന്നിലായിട്ട് ലെൻസിന്റെ ഐറിസിന്റെ അപ്പേർച്ചർ ആയ പ്യൂപ്പിൾ ഉണ്ട്. ആ പ്യൂപ്പിൾ കഴിയുമ്പോൾ ലെൻസിലേക്ക് വരും. ഈ ലെൻസിന്റെ റെറ്റിനയുടെ ഇടക്ക് വിട്രസ് ഹ്യൂമർ ഉണ്ട്. റെറ്റിനയിൽ എത്തിക്കഴിയുമ്പോൾ ഫോട്ടോ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രം വഴി സെൻസ് ഓഫ് സൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വിഷ്വലൈസേഷൻ പോസിബിൾ ആണ്. ഹൗ ഡസ് വിഷ്വലൈസേഷൻ പോസിബിൾ എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദിച്ചായിട്ടാണ് ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക. സോ ഇനി അടുത്തൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഓരോ കണ്ണിലും, ഇപ്പം നമുക്ക് 2 കണ്ണുണ്ട് അല്ലേ, ഒരു കണ്ണിലും ഇതുപോലെ ലൈറ്റ് ഫോളോ ചെയ്ത് ഒരു ഒബ്ജക്റ്റ്, ഇപ്പം നമ്മൾ ഒരു ഇമേജ്, ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പം നിങ്ങൾക്ക് 2 കണ്ണുണ്ട്. അപ്പം ഒരു കണ്ണിലും ഈ ലൈറ്റ് ഫോളോ ചെയ്ത് കോർണിയ വഴി ഇങ്ങനെ വഴി സെറിബ്രത്തിലെത്തി അങ്ങനെ സെൻസ് ഓഫ് സൈറ്റ് ഒരു കണ്ണിലും ഉണ്ടാവും. ഇതുപോലെ കോർണിയ വഴി ചെയ്ത് മറ്റേ കണ്ണിലുണ്ടാവും. അപ്പം മൊത്തത്തിൽ 2 ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നില്ലേ? 2 ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് അങ്ങനെയാണ്, നമുക്ക് ഒരാളായിട്ട് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബൈനോക്കുലർ വിഷൻ. ഇതാണ് ബൈനോക്കുലർ വിഷൻ. നമ്മൾ പറഞ്ഞ ഒരു കണ്ണിന്റെ കാര്യമാണ്. 2 കണ്ണിനും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 കണ്ണിനും 2 ഒബ്ജക്റ്റിനെ വെച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 2 ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നത് ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഐയിൽ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും, റൈറ്റ് ഐയിൽ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും. ഈ 2 ഒബ്ജക്റ്റിനെയും കൂടെ ഈ 2 ഒബ്ജക്റ്റും 2 കണ്ണിന്റെ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് എത്തും. എങ്ങനെയാണ്? ലെഫ്റ്റ് ഐയിലും ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും, റൈറ്റ് ഐയിലും ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും. ഈ 2 ഒബ്ജക്റ്റും ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തും. എന്നിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? ഈ 2 ഒബ്ജക്റ്റിനെയും കൂടെ ഒരു 3 ഡയമെൻഷനിൽ ഒരു 3D ഒബ്ജക്റ്റ് ആക്കി, ഒറ്റ ഒബ്ജക്റ്റ് ആക്കി ബ്രെയിൻ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്ന ആ ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ബൈനോക്കുലാർ വിഷൻ. ബൈ എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 ഉണ്ടെന്ന്. അപ്പൊ ഈ ബൈനോക്കുലാർ മീൻസ് ഈ 2നെ മീൻസ് ഒന്നാക്കി കാണിക്കുന്ന ബ്രെയിനിന്റെ ഒരു കഴിവിനെയാണ് നമ്മൾ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ബൈനോക്കുലാർ വിഷൻ? അതായത് ലെഫ്റ്റ് ഐയിൽ ഫോം ചെയ്യുന്ന ഒരു ഇമേജും റൈറ്റ് ഐയിൽ ഫോം ചെയ്യുന്ന ഒരു ഇമേജിനെയും അത് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലോട്ട് എത്തും. ഇനി സെറിബ്രം, അതായത് ബ്രെയിൻ എന്ത് ചെയ്യും? ഈ 2 ഒബ്ജക്റ്റിനും കൂടെ കമ്പൈൻ ചെയ്ത് 3 ഡയമെൻഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്രെയിനിന്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? റെറ്റിനയും ഫോട്ടോ റിസപ്റ്ററിനെയും വെച്ചാണ്. റെറ്റിനയും ഫോട്ടോ റിസപ്റ്ററും പറഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോപ്സിനും ഐഡോപ്സിനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ റോഡോപ്സിനും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് റോഡോപ്സിന് ഡിം ലൈറ്റിൽ ആക്ടിവേറ്റ് ആവും, ഫോട്ടോപ്സിനും ഐഡോപ്സിനും ഒക്കെ ബ്രൈറ്റ് ലൈറ്റിൽ ആക്ടിവേറ്റ് ആവും. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നൊക്കെ പറഞ്ഞ പ്രൈമറി കളേഴ്സിനെ കോൺസെല്ലിന് ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഫോട്ടോപ്സിന്. ഇനി നമ്മൾ പറഞ്ഞു കെമിസ്ട്രി ഓഫ് വിഷൻ എന്താണെന്ന്. ഈ ഫോട്ടോപ്സിനും ഐഡോപ്സിനിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഫോട്ടോപ്സിൻ ഐഡോപ്സിൻ റോഡോപ്സിൻ ഇതിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? റെറ്റിനൽ ഓപ്സിനായിട്ട് മാറും. ഈ റെറ്റിനൽ ഓപ്സിനിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് വീണ്ടും ഇതായിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്റ്റിമുലേഷൻ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാഴ്ച പോസിബിൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ലൈറ്റ് ഫോളോ ചെയ്യും, അത് കോർണിയയിലേക്ക് എൻറ്റർ ചെയ്യും. ആ കോർണിയയിൽ നിന്ന് അക്വസ് ഹ്യൂമർ വഴി പ്യൂപ്പില് വഴി ലെൻസിലൂടെ വിട്രസ് ഹ്യൂമറിലോട്ട് കയറിയിട്ട് റെറ്റിനയിൽ വന്നു കഴിയുമ്പോൾ റെറ്റിനയിൽ അവിടുത്തെ ഫോട്ടോ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലോട്ട് റീച്ച് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ ബൈനോക്കുലാർ വിഷൻ. അപ്പോൾ ഒരു കണ്ണിൽ ലെഫ്റ്റ് ഐയിൽ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും, റൈറ്റ് ഐയിൽ ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യും. ഈ 2 ഒബ്ജക്റ്റിനെയും കൂടെ ബ്രെയിൻ കമ്പൈൻ ചെയ്ത് ഒരു 3 ഡയമെൻഷൻ ഒബ്ജക്റ്റ് ആക്കി മാറ്റാനുള്ള ബ്രെയിനിന്റെ കപ്പാസിറ്റി, ബ്രെയിനിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്